ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇത് ഞങ്ങളുടെ ക്രിസ്മസ് ഡേയിലെ ചെറിയൊരു ഷോർട്സാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് അന്ന് ബുക്ക് ചെയ്തത് നമ്മുടെ ദേപ്പുട്ടിൽ അച്ചായൻ സദ്യയായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഈ പ്രീ ബുക്കിംഗ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്നു. ഞങ്ങളും ചെന്ന ഉടനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, അച്ചായൻ സദ്യ ഇത്രയും ഐറ്റംസൊക്കെ ഉള്ള ഒരു സദ്യയായിരുന്നു. ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് സീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി ചമ്മലായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്, അതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ അസാധ്യ ടേസ്റ്റുള്ള ഫുഡായിരുന്നു. കട്ട്ലറ്റ്, കള്ളപ്പം, റൈസ്, മീൻ കറി, ബീഫ്, മട്ടൻ സ്റ്റൂ, അങ്ങനെയൊക്കെ ഇഷ്ടമാതിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും മോനോട് ലുലുവിൽ പോയി 2 കേക്ക് വാങ്ങിക്കാനായിട്ട് പോയി. ഒന്ന് നമ്മുടെ കമ്പനിയിലെ വർക്കേഴ്സിനും സ്റ്റാഫ്സിനും, പിന്നെ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ അറബി അമ്മാമയ്ക്ക് വേണ്ടിയാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഒരുവിധമുള്ള എല്ലാ ആഘോഷത്തിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ അമ്മാമയ്ക്കും ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതാറുള്ളൂ. ഇപ്പോൾ ദീപാവലിക്കാണെങ്കിൽ സ്വീറ്റ്സോ, ഓണത്തിനാണെങ്കിൽ അങ്ങനത്തെ ചിപ്സോ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കരുതാറുള്ളൂ. വീക്കിലി ഞാൻ പോയി കാണാറുമുണ്ട് മാക്സിമം. അപ്പം അങ്ങനെ വാങ്ങിച്ചു. അപ്പം ആ ഇടയ്ക്ക് കണ്ണപ്പനും ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും സെറ്റാക്കി ലുലുന്ന് പതുക്കെ അങ്ങ് ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ അമ്മാമ കേട്ടോ. ഫേസൊന്നും കാണിക്കുന്നില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം അമ്മമ്മ എടുത്ത് ചെന്നിട്ട് ഞങ്ങൾ കേക്ക്, മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യുകയാണ്. മേരി ക്രിസ്മസ് മമ്മ. മമ്മ മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് കട്ട് ചെയ്യുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളെ കാണുമ്പോഴും. അതുപോലെ തന്നെ അമ്മമ്മയുടെ ഏറ്റവും ഒരു ഇളയ മോളെന്നുള്ള രീതിയിലാണ് എന്നെ എപ്പോഴും കാണുന്നത്. അതുപോലെ തന്നെ മോനെ അതുപോലെ കൊച്ചുമോൻ എന്നുള്ള രീതിയിലാണ് ഭയങ്കര കാണുന്നത്. നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് എന്താ വരാത്ത, ബിസി ആണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ബഹറിലെ ഒരു നല്ലൊരു അമ്മയെ കിട്ടിയ ഒരു ഫീലാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഒരു കുടുംബത്തിൽ ചെല്ലുന്ന ഒരു ഫീലാണ് അവിടെ എല്ലാവർക്കും നമ്മുടെ അടുത്തുള്ളത്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന്. ഇതായിരുന്നു ഞാൻ പ്രാവശ്യം ഒരുക്കിയ എൻ്റെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അതിനുശേഷം ഞങ്ങൾ നമ്മുടെ ധനാമാളിലുള്ള ശരവണ ഭവൻ അവിടെ പോയിട്ട് ഞങ്ങൾ തൈരുവടയും ഞാനൊരു വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചു. പൂരിയാണ് ഞാൻ കഴിച്ചത്. ഏട്ടന് മാത്രം വീഡിയോ എടുത്തു, ആൾ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പതുക്കെ നമ്മുടെ മൂവി, ഒരു നിവിൻപോളിയുടെ അടിപൊളി സിനിമ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഒരു ക്രിസ്മസ് നമുക്ക് നിവിൻപോളിയുടെ പുതിയ സിനിമയായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും നമ്മുടെ സിനി പോളിസിൽ പോയി, സാറിലുള്ള. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ബൈ.